പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ കിച്ചണിലൊക്കെ വേർതിരിവ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവരവർക്ക് ഇഷ്ടപ്പെട്ട പാചകമൊക്കെ അവരവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനും എൻ്റെ മരുമകൾക്ക് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാനും തുടങ്ങിയിരിക്കുകയാണ്. അത് ദേവയാനി അനാമികയോടുള്ള നീരസത്തിനും അനാമികയെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കണമെന്നുള്ള തീരുമാനത്തിലുമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് കണ്ടിട്ട് ജാനകി കലിത്തുള്ളിയിട്ട് ജാനകിയുടെ മരുമകൾക്കും നമ്മുടെ ജലജയുടെ മരുമകൾക്കൊക്കെ വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ആദർശ് അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിൻ്റെ അമ്മയ്ക്ക് വരുന്ന മാറ്റമാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്, അതിന് കാരണക്കാരി നിൻ്റെ ഭാര്യയാണെന്നുള്ള രീതിയിലൊക്കെ ജാനകി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ നയനയ്ക്ക് ദേവയാനി ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം അനാമികയ്ക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നയന നന്നായിട്ട് ഉണ്ടാക്കിയത് അമ്മ നല്ല രസമായിട്ടുണ്ട് ഭക്ഷണമൊക്കെ എന്ന് പറയുന്ന സമയത്ത് അനാമികയും അത് ഏറ്റുപിടിച്ചിട്ട് ജാനകിയോട് പറയണം. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, മോൾക്ക് ആരും ഉണ്ടാക്കി തന്നില്ലെങ്കിലും ഈ അമ്മ ഉണ്ടാക്കി തരും, അതിനുള്ള ആരോഗ്യവും ഒക്കെ ഇപ്പോഴുണ്ട്, മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഈ അമ്മയോട് പറഞ്ഞാൽ മതി, ഈ അമ്മ സാധിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അതെ നീ സാധിച്ചു കൊടുക്ക്, ഒരിക്കൽ പിന്നെ ഇവൾ നിന്നെ തിരിഞ്ഞു കുത്തുന്ന സമയത്ത് നീ സങ്കടപ്പെടാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ നയന നന്ദുവിനെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അനിയെങ്ങാനും അവിടെ വന്നിരുന്നോ? ഇന്ന് രാവിലെ മുതലേ അവനെ കാണാനില്ല, അവനെ ഇവിടുന്ന് രാവിലെ ഇറങ്ങിയതാണ്, അതിനുശേഷം അവനെ കാണാനില്ല, ഫോണാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി രാവിലെ ഇവിടെ വന്നിരുന്നു, പിന്നെ ഇന്നലെ ഞാൻ അനിയുടെ ഫോട്ടോ നോക്കി നിന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ പൊതുവെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തു. അനിയെ കണ്ട ഉടനെ എനിക്ക് ആ രംഗം ഓർമ്മ വന്നതുകൊണ്ട് അവനെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല. അവനെ ഞാൻ ഭിത്തിക്ക് ചേർത്ത് നിർത്തിയിട്ട് തല്ലാനൊക്കെ നോക്കിയിരുന്നു, അതുകൊണ്ട് അവൻ നേരെ ഇവിടുന്ന് സങ്കടപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, മോളെ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ ചെയ്യാതിരിക്കും, അമ്മ ഇന്നലെ അത്രയ്ക്കും എന്നെ ചീത്ത പറയുകയും തലയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദുവിന് സങ്കടമൊക്കെ വരുന്നുണ്ട്, ഇനിയിപ്പോൾ അവനെ എവിടെ പോയിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും മോള് അന്വേഷിക്കും, മോളുടെ ആ ഒരു പിടിപാട് വെച്ചിട്ട് എന്തായാലും അന്വേഷിക്കുക, എന്നിട്ട് വിവരം താ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നന്ദു അനിയെ അടിച്ചതും തല്ലാൻ നോക്കിയതും ഒക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെടുകയാണ്. എന്നിട്ട് ഇവനിത് എവിടെ പോയി മനുഷ്യനെ ടെൻഷനാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ചിട്ട് അവനെ തിരയാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുകയാണ്. പിന്നീട് നന്ദും പുറത്തോട്ട് പോയിട്ട് അവനെ തിരയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. എന്നിട്ട് ഇനി സ്റ്റേറ്റ് വിട്ട് പോയോ പുറത്തോട്ടെങ്ങാനും പോയോ എന്നുള്ള രീതിയിലൊക്കെ നന്ദുവിൻ്റെ ചിന്ത വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ അനന്തപുരി തറവാട്ടിലും അനിയെ കാണാനില്ല എന്നുള്ള ആ ഒരു വാർത്ത പരക്കാണ്. ആ സമയത്ത് ജാനകി പക്ഷേ നന്ദുവിൻ്റെ അടുത്തേക്ക് അനി പോയ വിവരങ്ങളൊന്നും അറിയുന്നില്ല. ജാനകി അനിയെ വിളിച്ച് കിട്ടാത്തതിൽ ജയനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അജയൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത്, അവൻ ഇനി വല്ല കടുങ്കയും ചെയ്തോ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.